ചനാസോർഗരം ചനാസോർഗരം ചനാസോർഗരം. ബുന്ദേല മാർക്കറ്റിൽ ഈ ഒരു ശബ്ദം കേട്ടതും ജനങ്ങൾ ഹരിയാലയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ആരൊക്കെ അവന്റെ ചന്ന മസാല കഴിക്കുന്നു അവർക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഹോ, ഈ ചനാസോർഗരം എന്ത് രുചിയുള്ളതാണ്. ചേട്ടാ, ഇതിനേക്കാൾ നല്ല ചന്ന മസാല വേറെ എവിടെയും കിട്ടില്ല. അയ്യോ ചേട്ടാ, നിങ്ങൾ ഇതിൽ എന്താ ഇടുന്നത്? അയ്യോ ചേട്ടാ, നമ്മളുടെ സ്പെഷ്യാലിറ്റി തന്നെ ആ മസാലയാ. ആ മസാലയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഓ, കൊള്ളാം കൊള്ളാം. എനിക്ക് 20 രൂപയ്ക്ക് കുറച്ചുകൂടി തരൂ. ഞാനിത് കൊണ്ടുപോയി എൻ്റെ കുട്ടികൾക്കും കുറച്ച് കൊടുക്കട്ടെ. ഹാ ഹാ, ശരി ചേട്ടാ, ശരി. ഹരിയാദിലെ പോകുന്നവർക്ക് ചന്ന മസാല വിറ്റുകൊണ്ടിരിക്കും. പിന്നെ ഇതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു. സന്ദീപ് ഹരിയായെ ദിവസവും കണ്ട് ദിവസവും തന്റെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഈ ഹരിയുടെ കയ്യിൽ വണ്ടിയുമില്ല കടയുമില്ല, എന്നിട്ടും സമ്പാദിക്കുന്നു. എന്നാൽ നമ്മൾ ഒരു കടയുമിട്ട് വെറുതെ ഇരിക്കുകയാണ്, എന്നിട്ട് പോലും ഒരു കസ്റ്റമേഴ്സും വരുന്നില്ല. ബുന്ദേലയിൽ ഇരിക്കുന്നവർക്ക് ചന്ന മസാലയാണ് ഒരുപാട് ഇഷ്ടമെന്ന് തോന്നുന്നു. ആ, അത് ശരിയാണ്. അപ്പൊ നിങ്ങൾക്കും ചന്ന മസാല വിറ്റുകൂടെ? ആ, ഞാനും അതിനെക്കുറിച്ചാ ചിന്തിച്ചത്. നാളെ തന്നെ ചനാസോറുകരവും പിന്നെ മസാലയും കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കോളാം ആ ഹരിയ എങ്ങനെ സമ്പാദിക്കുന്നെന്ന്. ചന്ന മസാല വിൽക്കുന്നത് വളരെ എളുപ്പമായിരിക്കുമെന്ന് സന്ദീപും അവന്റെ ഭാര്യയും വിചാരിച്ചു. അടുത്ത ദിവസം സന്ദീപ് അവന്റെ പൊരിക്കടയിൽ ചന്ന മസാലയെ വിൽക്കാനായി വച്ചു. പിന്നെ പുറത്ത് ചന്ന മസാലയുടെ ബോർഡും വച്ചു. ആ ബോർഡ് കണ്ട ഒരു സ്ത്രീ അവന്റെ കടയിലേക്ക് വന്നു. ആഹാ ചേട്ടാ, നിങ്ങള് ചന്ന മസാല വിൽക്കാൻ തുടങ്ങിയോ? ആ അതെ ചേച്ചി, ഞാൻ നിങ്ങൾക്ക് കുറച്ച് തരട്ടെ? ആഹാ, ചെയ്തു തരൂ. ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ രുചിച്ചു നോക്കട്ടെ. ഹരിയ ചേട്ടൻ ഉണ്ടാക്കുന്ന പോലെ അത്ര നന്നായിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു പേർ വന്ന് സന്ദീപ് ചെയ്യുന്ന ചന്ന മസാല കഴിച്ചു നോക്കി. അവര് സന്ദീപിനോട് ഇതാണ് പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞ് ഹരിയ ആ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടേ വന്നപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഹരിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഹേ ചേട്ടാ, എനിക്ക് 20 രൂപയ്ക്ക് തരൂ. ആ, എനിക്കും. കസ്റ്റമേഴ്സ് ഇങ്ങനെ പോകുന്നത് കണ്ട് സന്ദീപിന്റെ അസൂയ വീണ്ടും കൂടി വന്നു. അയ്യോ, ഈ ഹരിയെ കസ്റ്റമേഴ്സിനെ കിട്ടാൻ എന്ത് മായാജാലമാ ചെയ്തത്. നിങ്ങൾ ചോദിച്ചില്ലേ, അദ്ദേഹത്തിന്റെ മസാലയിൽ എന്തോ മായാജാലമുണ്ട്. പിന്നെ ഇത് ഞാൻ കേട്ടു, ആ മസാല അദ്ദേഹത്തിന്റെ പൂർവികരുടെ മസാലയാണെന്ന്. അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പൂപ്പൻ കാലത്ത് ഇത് പറഞ്ഞിട്ട് പോയതാണെന്ന്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും? നിങ്ങളും ആ മസാല എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചോളൂ. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമാണോ? അതത്ര എളുപ്പമല്ല, പക്ഷേ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. മധു സന്ദീപിന്റെ ചെവിയിൽ അവളുടെ ഐഡിയ പറഞ്ഞു. പിന്നെ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ഹരിയുടെ വീടിന് പുറത്ത് ഒരു 15 വയസ്സുകുട്ടി ഭിക്ഷാടനത്തിന് വന്നു. അവൻ ഹരിയുടെ വാതിലിൽ മുട്ടി. ചേട്ടാ, എനിക്ക് ഭക്ഷണം തരുമോ? 2 ദിവസമായി കഴിച്ചിട്ട്. ഹരിയ ദയുള്ളവനായിരുന്നു. അദ്ദേഹം വീടിനകത്ത് ചെന്ന് അവന് വേണ്ടി ഭക്ഷണം എടുത്തു കൊണ്ടുവന്നു. ആ പയ്യൻ വളരെ വേഗത്തിൽ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പ ഹരിയ പയ്യനോട് ചോദിച്ചു, നീ ഇവിടെ തന്നെ എന്ത് ചെയ്യുകയാണ്? നിന്റെ അച്ഛനും അമ്മയും എവിടെ? അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതിനുശേഷം അമ്മ മരിച്ച് 2 മാസമായി. അന്ന് മുതൽ ഞാനൊരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരികെയാ. വിശക്കുന്നു. ആരും എനിക്ക് ജോലി തരുന്നതേയില്ല. അയ്യോ, കരയാതെ മുന്നാ, ഞാനിവിടെ ഇല്ലേ? നീ എന്റെ അടുത്ത് തന്നെ ജോലി നോക്ക്. നിനക്ക് ഞാൻ വയറ് നിറയെ ആഹാരം തരാം. അതുപോലെ നിനക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കാം. താങ്കൾ യഥാർത്ഥത്തിൽ എന്റെ ദൈവമാ. അയ്യോ, കരയാതെ. അത് പോട്ടെ, നിന്റെ പേരെന്താണ്? അത് എന്റെ പേര് മുരളി ശർമ്മ. ആ ശരി, ഇന്നു മുതൽ നിനക്ക് എന്റെ കൂടെ തന്നെ താമസിക്കാം. നിനക്കിവിടെ ഒരു ശല്യവും കാണില്ല. നന്ദി ചേട്ടാ, ഒരുപാട് നന്ദി. ഹരിയ അനാഥമുരളിക്ക് വാസസ്ഥലം കൊടുത്തു.
ഹരിയ മുരളിയെ മാർക്കറ്റിലേക്കും കൊണ്ടുപോകും. പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ പണിയും എടുപ്പിക്കുമായിരുന്നു. കൊണ്ടുപോയി 1 കിലോ തക്കാളി വാങ്ങി വാ. ബാക്കി 10 രൂപ നിന്റെ കയ്യിൽ വെച്ചോ. നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ കഴിച്ചേക്ക്. നന്ദി ചേട്ടാ. കുറച്ചു ദിവസത്തിൽ ഹരിയയ്ക്കും മുരളിക്കും നല്ല ബന്ധം വന്നു. ഹരിയ എപ്പോഴും തന്റെ മസാല അടുക്കളയുടെ വാതിൽ അടച്ചാണ് ഉണ്ടാക്കുക. പക്ഷെ ഒരു ദിവസം മുരളി അടുക്കളയുടെ ജനാലയിൽ നിന്ന് എല്ലാം കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞ് മുരളി ഹരിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ പോകുവാണ്. എന്നാൽ എവിടേക്ക്? ഇന്ന് ബസാറിൽ പോയപ്പോൾ എന്റെ ചേച്ചിയെ ഞാൻ കണ്ടു. അതാരാണ്? എന്റെ ആദ്യത്തെ ചേച്ചി. അവർക്ക് ബേൽപൂരി കടയുണ്ട്. ആഹാ, അപ്പോൾ നീ സന്ദീപിന്റെ ബന്ധുവാണോ? ഇതെന്താ നീ നേരത്തെ പറയാത്തത്? അത് പിന്നെ ഞാൻ ചേച്ചിയെ മാർക്കറ്റിൽ വെച്ച് കണ്ടതാ. അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി കരഞ്ഞുപോയി. ചേച്ചി എന്നെ അവരോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു. ഇനിയും താങ്കൾക്കൊരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെ താങ്കൾ ചെയ്തതിനെല്ലാം നന്ദി. കുഴപ്പമില്ല. എന്തോ തെറ്റാണെന്ന് ഹരിയയ്ക്കിത് മനസ്സിലായി. ഹരിയുടെ മസാല രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി മധുവാണ് മുരളിയെ അയച്ചത്. മധുവും മുരളിയും ചേർന്ന് ആ മസാലയെ ഉണ്ടാക്കി. ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും തരൂ എന്ന് പറഞ്ഞ് ചോദിക്കും. ഇവിടെ സ്പെഷ്യൽ സോർഗരം. ഒരു തവണ വന്ന് കഴിച്ചു നോക്കൂ. ഒന്ന് ഉണ്ടാക്കി തരൂ. നിങ്ങളുടെ സ്പെഷ്യൽ മസാല എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കാം. ആഹാ, വാങ്ങിച്ചോളൂ. സന്ദീപ് ചെന്നൈയിൽ ആ രഹസ്യ മസാല കലർന്നു കൊടുത്തു. ഇതാ എടുത്തോളൂ. എരിയുന്നു, എരിയുന്നു, എരിയുന്നു. ഇത്ര എരിവോ? മധു ആ സ്ത്രീക്ക് വെള്ളം കൊടുത്തു. ഇതാണോ നിങ്ങളുടെ സ്പെഷ്യൽ മസാല? അതോ മുളക് പൊടിയോ? എത്ര എരിവാണ്! എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതാണോ നിങ്ങൾ? ആ സ്ത്രീ സന്ദീപിന്റെ മധുവിനെ നന്നായി ചീത്ത പറഞ്ഞിട്ട് പോയി. സന്ദീപും മധുവും മുരളിയെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിട്ടല്ലേ പറഞ്ഞത്? അപ്പോഴാണ് അവിടെ ഹരിയ വന്നത്. ഇവിടെ നോക്കണം മോനെ, നീ പറഞ്ഞതെല്ലാം ശരിയാ. എന്നാൽ ഞാൻ ചെയ്തതാണ് തെറ്റ്. എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ടെന്ന്. കാരണം നീ എത്രത്തോളം തടിച്ചിട്ടാണ്. എവിടെയെങ്കിലും ദരിദ്രനായ ഒരു കുട്ടിക്ക് ഇത്രയും വണ്ണം കാണുമോ? എടാ സന്ദീപ്, ഞാൻ ഉപയോഗിക്കുന്ന മസാലയെക്കുറിച്ച് നിനക്ക് അറിയണോ? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഹരിയ ഒരുപാട് ബുദ്ധിശാലിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ രഹസ്യത്തെ രഹസ്യമായി തന്നെ വച്ചു. ഓംകില അരുണാചൽ പ്രദേശത്തിന്റെ ഒരു ഗ്രാമത്തിൽ ഇരുന്നു. അത് ചൈനയുടെ വളരെ അടുത്താണ്. ഓംകിലയുടെ കുടുംബത്തിൽ അവരുടെ വയസ്സായ അമ്മ 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ഓംകിലയുടെ കുടുംബ ചിലവ് കൃഷി ചെയ്താണ് നയിച്ചിരുന്നത്. ഓംകിലയുടെ ഗ്രാമം ചൈനയുടെ അടുത്തായതുകൊണ്ട് ഓംകില മോമോസ്, ചാമിൻ, വെജ് ഹക്ക നൂഡിൽസ്, മഞ്ചാവോ സൂപ്പ് ഇതുപോലുള്ള ചൈനീസ് ആഹാരം അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. ഓംകിലയുടെ അമ്മ പാടത്ത് ജോലി ചെയ്യും. പിന്നെ ഓംകില വീട്ടിലിരുന്നു കൊണ്ട് പാചകം ചെയ്യും. എന്തു പറ്റിയമ്മേ, ഇന്ന് നിങ്ങൾ ഒരുപാട് ലേറ്റ് ആണല്ലോ? മറ്റുള്ളവരുടെ പാടം പോലെ തന്നെ നമ്മുടെ പാടവും മിലിട്ടറിയുടെ അടുത്ത് പോകും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആഹാരത്തിന് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ നമ്മുടെ പാടം പോയാൽ അതിനുള്ള നഷ്ടീട് അവര് നൽകില്ലേ? നമുക്ക് സ്വന്തം സ്ഥലമുണ്ടായാൽ അത് നമുക്ക് നല്ലതല്ലേ മോളെ? പക്ഷെ പണം അങ്ങനെയല്ല, കയ്യിൽ വന്നാൽ ഉടനെ ചിലവാകും. നിങ്ങൾ വിഷമിക്കേണ്ട അമ്മേ. ഇൻകമിന് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ ഇന്ന് മോമോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചു നോക്കൂ. ചേച്ചി, നിങ്ങളുടെ ഈ മോമോസ് വളരെ നന്നായിട്ടുണ്ട്. കഴിക്കാനും നല്ല രസമുണ്ട്. ചോട്ടൂസ്, ഒരുപാട് മോമോസ് കഴിക്കുന്നെന്ന് തോന്നുന്നു. ശരി, നീ എണ്ണിയോ? എത്ര എണ്ണാ കഴിച്ചത്? 10 - 0 ഓംകില, ഇവന് പഠിക്കാൻ പറഞ്ഞു കൊടുത്തൂടെ? ഇങ്ങനെ തുടർന്നെന്ന് വെച്ചാൽ പിന്നെ ഇവനൊരു മണ്ടനായി മാറും. അമ്മേ, ഇവന് നല്ലൊരു ട്യൂഷൻ ആവശ്യമാണമ്മേ. ഞാൻ പറഞ്ഞാൽ ഇവൻ പഠിക്കുന്നില്ലമ്മേ. അടുത്ത ദിവസം വൈകുന്നേരം അവന്റെ അമ്മ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു, ഓംകില, നമ്മുടെ പാടം പോയി മോളെ. 2 ലക്ഷം രൂപ കിട്ടി. ഗ്രാമത്തിൽ കാശ് വെച്ച് എന്തെങ്കിലും ഒരു ജോലി തുടങ്ങിയാലോ? ഗ്രാമത്തിൽ ഒരു ജോലിയുമില്ല. ഞാൻ നഗരത്തിലേക്ക് പോകാം. ഏതെങ്കിലും ജോലിയോ തൊഴിലോ സെറ്റായാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കാശ് അയച്ചു തരാം. പക്ഷെ നീ ഏത് നഗരത്തിലേക്ക് പോകും? ഞാൻ ഡൽഹിയിലേക്ക് പോകാം. നീ വിശാഖപട്ടണത്തേക്ക് പോ. അവിടെ നമ്മുടെ ഗ്രാമത്തിലുള്ള നാരിയൻ ജോലി ചെയ്യുന്നുണ്ട്. പുറത്തിരിക്കുന്ന നമുക്ക് അറിയാവുന്നവരെ കൊണ്ട് നമുക്ക് തീർച്ചയായും സഹായം കിട്ടും.
ഓംഗില ആന്ധ്രാപ്രദേശത്ത് കടൽക്കരയിൽ ഉള്ള ഒരു നഗരമായ വിശാഖപട്ടണത്തിലേക്ക് ചെന്നു. പിന്നെ തന്റെ ഗ്രാമക്കാരനായ നരേനെ ചെന്നവൾ കണ്ടു. ഞാൻ ഇവിടെ ജോലി അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാമോ? നിനക്ക് എന്ത് ചെയ്യാനറിയാം? ഞാൻ ചൈനീസ് ഫുഡ് നന്നായിട്ട് ചെയ്യും. ഞാനൊരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാണ്. അവിടെ മോമോസ് ഉണ്ടാക്കുന്ന ആൾ ആവശ്യമാണ്. ഞാൻ എന്റെ മുതലാളിയോട് പറഞ്ഞു നോക്കാം. നാരായൺ റെസ്റ്റോറന്റ് ഓണറിനോട് സംസാരിച്ചു. പിന്നെ ഓംഗിലേക്ക് മോമോസ് ചെയ്യുന്ന ജോലി കിട്ടി. ആ റെസ്റ്റോറന്റ് കടലിന്റെ കരയിലായിരുന്നു. ജനങ്ങൾ ആ ബീച്ചിലേക്ക് വരും. പിന്നെ ആഹാരമൊക്കെ അവിടെ കിട്ടും. ഓംഗിലയുടെ കൈകൊണ്ട് ചെയ്യുന്ന ടേസ്റ്റിയായ മോമോസ് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിഷ്ണുവിന്റെ റെസ്റ്റോറന്റിന്റെ വരുമാനം ഒരുപാട് അധികരിച്ചു. പക്ഷേ വ്യാപാരം അധികം വരാത്തത് കൊണ്ട് വിഷ്ണു അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ സാലറി അധികരിച്ചില്ല. അദ്ദേഹം ഓംഗിലേക്ക് വെറും 10,000 രൂപയാണ് നൽകുന്നത്. ഓംഗിലേക്ക് അതിൽ തന്റെ കാര്യവും നോക്കി വീട്ടിലേക്ക് പണം അയക്കാൻ കഷ്ടമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് 6 മാസമാകാൻ പോകുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വെറും 8,000-ഓ 10,000-മേ അയക്കാൻ പറ്റുന്നുള്ളൂ. പാവം അമ്മ ചെലവിനായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം ഓംഗില റെസ്റ്റോറന്റ് ഓണറിനോട് ചെന്ന് സംസാരിച്ചു. അങ്കിൾ, എന്റെ സാലറി 15,000 രൂപയാക്കി തരുമോ? എന്നെ കൊണ്ട് വീട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റുന്നില്ല. അതിനെ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഞാൻ കട വെച്ചിരിക്കുന്നത്? നിനക്ക് ഞാൻ ജോലി തന്നിട്ടുണ്ടല്ലേ, അത് തന്നെ വലിയ കരുണ തന്നെയാണ്. സാലറി ഒന്നും കൂടാൻ പോകുന്നില്ല. പോയി നിന്റെ ജോലി നോക്ക്. അപ്പോൾ ഓംഗിലയുടെ കൈവശം വേറൊരു വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ റെസ്റ്റോറന്റിൽ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ആ റെസ്റ്റോറന്റിനടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പട്ടി വരും. ഓംഗില അതിന് മോത്തി എന്ന് പേര് വെച്ചു. മോത്തി അവിടെ വരുമ്പോഴൊക്കെ ഓംഗില അതിന് കഴിക്കാൻ 2 മോമോസ് നൽകും. ഒരു ദിവസം റെസ്റ്റോറന്റ് ഓണർ ഓംഗില പട്ടിക്ക് മോമോസ് നൽകുന്നത് കണ്ടു. മോമോസ് വാങ്ങിക്കുന്ന സാധനത്തിന് വേണ്ടിയുള്ള കാശൊക്കെ നിന്റെ അച്ഛന്റെ കാശല്ല. അത് നീ എന്താ നായ്ക്ക് ഇട്ടോണ്ടിരിക്കുകയാണോ? ഈ 2 മോമോസ് പട്ടി കഴിക്കുന്നോണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്താ കുറഞ്ഞു പോയത്? ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയുന്നേ? ഈ മോമോസിനുള്ള കാശ് നിന്റെ സാലറി നിന്ന് കട്ട് ചെയ്തോളാം. ആ മാസം വിഷ്ണു വെറും 8,000 രൂപയാണ് ഓംഗിലയ്ക്ക് നൽകിയത്. ആ റെസ്റ്റോറന്റ് മുതലാളിയുടെ കൊടൂരമായ പ്രവൃത്തി കണ്ട് ഓംഗില ഒരു തീരുമാനമെടുത്തു. ഓംഗില നാരായണനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നും എന്റെ ജോലി വിടാൻ പോകുക. ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. പക്ഷേ അതിനു വേണ്ടി നീ കുറെ സാധനത്തിന് കാശ് ആവശ്യമാണല്ലോ. പിന്നെ നിനക്ക് ഒരു കൗണ്ടർ ആവശ്യമാണ്. അതിൽ വെച്ചുകൊണ്ടാണ് നിനക്ക് മോമോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാശുണ്ടോ? എന്റെ കൈവശം അല്പം പണമുണ്ട്. നീ അല്പം പണം താ. ഓംഗില കടൽക്കരയുടെ അടുത്തായിട്ട് ഒരു പെട്ടി കടയിൽ മോമോസ് വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ വിഷ്ണുവിന്റെ റെസ്റ്റോറന്റിലേക്ക് മോമോസ് കഴിക്കാൻ അധികം ആളുകൾ വരാറില്ല. ബീച്ചിലേക്ക് കറങ്ങാൻ വരുന്ന ഒരുപാട് ആൾക്കാർ ഓംഗിലയുടെ കൈവശം നിന്നും മോമോസ് കഴിക്കും. ഓംഗില ഇപ്പോൾ മാസം 20,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. വിഷ്ണുവിന്റെ ഓംഗിലയുടെ കച്ചവടത്തിൽ ആൾക്കാർ ഒരുപാട് പോകുന്നത് കണ്ട് ദേഷ്യം വന്നു. ഇത്രയും ദിവസമായിട്ട് എന്റെ ഹോട്ടലാണ് ചൈനീസ് ഫുഡ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പെണ്ണ് വന്നിട്ട് എന്റെ മൊത്തം വ്യാപാരം അഴിച്ചല്ലോ. എന്ന് വേണമെങ്കിൽ ഇവള് എന്നെ പോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു ചെടി വലിയ മരമായിട്ട് വരുന്ന മുമ്പ് അതിനെ നശിപ്പിക്കുന്നതാണ് നല്ലത്. വിഷ്ണു ഒരു ദിവസം ഓംഗിലയുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, ഓംഗില, എന്റെ ഈ പുതിയ വർക്കേഴ്സൊക്കെ ഈ മോമോസ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നീ വീണ്ടും എന്റെ റെസ്റ്റോറന്റിലേക്ക് വന്നൂടെ? ഞാൻ നിനക്ക് സാലറി 2,000 രൂപ ഞാൻ കൂട്ടി തന്നേക്കാം. വേണ്ട അങ്കിൾ, ഞാനിപ്പോ 20,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യേണ്ട ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. അങ്ങനെ വെച്ചാൽ നിന്റെ ഈ കട വന്നിട്ട് എന്റെ റെസ്റ്റോറന്റ് ദൂരമായിട്ട് കൊണ്ടുപോയേക്കേ. എന്തിനു ചെയ്യണം? ഈ ബീച്ചിന്റെ സ്ഥലമൊക്കെ നിന്റെ അച്ഛന്റെ സ്വന്തമാണോ? ഓംഗില അങ്ങനെ പറയുന്നത് കേട്ടതും വിഷ്ണുവിന് ആകെ ദേഷ്യം വന്നു. അദ്ദേഹം പല്ല് കടിച്ചു. നിങ്ങൾ മോമോസ് അല്ലാതെ മറ്റെന്തൊക്കെയോ സെയിൽസ് ചെയ്യുന്നു. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറന്റ് മറ്റെവിടെയെങ്കിലും മാറ്റി വെക്കൂ. ഇപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് ഈ പെണ്ണ് സാലറി കൂട്ടി വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ? ഇവളുടെ അഹങ്കാരം ഞാൻ അടക്കിയിട്ടില്ലെങ്കിലേ എന്റെ പേര് വിഷ്ണു ചന്ദ്ര ദേശായി അല്ല. അന്ന് രാത്രി ഓംഗില തന്റെ റൂമിലേക്ക് പോയപ്പോൾ 2 ആളുകൾ അവളെ പിടിച്ചു. നീ നിന്റെ കട വിഷ്ണു അണ്ണന്റെ കടയിൽ നിന്ന് ദൂരം മാറ്റി വെച്ചിട്ടില്ലെങ്കിലേ അത് നിനക്കും പിന്നെ നിന്റെ കുടുംബത്തിന് അത് നല്ലതല്ല. ഞങ്ങളുടെ ആൾക്കാരെ അരുണാചൽ പ്രദേശ് വരെ ഉണ്ട്. നിങ്ങളുടെ കുടുംബവും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ 2 പേരും ഓംഗിലയെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്നും പോയി. ഓംഗിലയ്ക്ക് ഒരുപാട് നേരത്തിന് ശേഷമാണ് ശ്വാസം വന്നത്. ഓംഗില ഫോണിൽ തന്റെ അമ്മയോട് സംസാരിച്ചു. നീ പേടിക്കണ്ട മോളെ, ആരെ കൊണ്ട് നമ്മളൊന്നും ചെയ്യാനാവില്ല. നീ നിന്റെ ജോലിയിൽ ശ്രദ്ധ ചെലുത്ത്. നീ ഇപ്പൊ തന്നെ പോലീസിനെ ചെന്ന് കാണ്. ഓംഗില പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. പോലീസ് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു.
വിഷ്ണു ചേട്ടാ, നിങ്ങൾ ഈ ഏരിയയിലെ വലിയ മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ആരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല 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 ഇൻസ്പെക്ടർ, എനിക്ക് ആരെയും ഞാൻ കൊല്ലാനുള്ള ആവശ്യമില്ലല്ലോ. ഞാൻ ആ പെണ്ണിനെ ജസ്റ്റ് പേടിപ്പിക്കാൻ മാത്രം നോക്കിയതാണ്. ഇതുപോലെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും ചെയ്യില്ല വിഷ്ണുട്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം വരും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആ പെണ്ണിനെ ആ ബിസിനസ് അങ്ങ് ചെയ്യാൻ വിട്ടേക്കേ. പോലീസ് ചെന്നതിനു ശേഷം വിഷ്ണു ആലോചിക്കാൻ തുടങ്ങി. ബലം കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുടുങ്ങിപ്പോവും. ബുദ്ധി വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. കുറച്ചു ദിവസത്തിന് ശേഷം ഓംഗിലയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. ഹലോ മാം, ഞാൻ ഹിന്ദുസ്ഥാൻ പി കമ്പനിയിൽ നിന്നും വന്നതാണ്. പ്ലീസ് നിങ്ങൾ ഞങ്ങളുടെ കോഡ് സ്കാനർ ഇട്ടുകൊള്ളുന്നോ? അതിന് കാശ് ആവശ്യം വരുമല്ലോ. ഇത് ഫ്രീ ആണ്. നിങ്ങൾ എന്റെ കയ്യിൽ നിങ്ങളുടെ മൊബൈൽ തരൂ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്തേക്കാം. കസ്റ്റമേഴ്സ് എല്ലാം ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഓംഗില ആലോചിച്ചു നമ്മളും ഈ സ്കാനർ ഉപയോഗിക്കാമെന്ന്. ഓംഗില തന്റെ മൊബൈൽ ആ പെണ്ണിന്റെ കയ്യിൽ നൽകി. ആ പെണ്ണ് ഒരു ഹാക്കറാണ്. അവളെ വിഷ്ണു ആണ് അവിടേക്ക് അയച്ചത്. ആ പെണ്ണ് ഓംഗിലയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എല്ലാ കാശും എടുത്തു. ഇതാ കഴിഞ്ഞു. അടുത്ത ദിവസം ഓംഗില തന്റെ ATM-ൽ നിന്നും കാശ് എടുക്കാനായി ചെന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലെന്ന്. ഓംഗില ഉടനെ ബാങ്കിലേക്ക് പോയി. അവൾ തന്റെ അക്കൗണ്ടിനെ കുറിച്ച് അവിടെ അന്വേഷിച്ചു. ബാങ്കിലുള്ളവർ അവളോട് പറഞ്ഞു, അതായത് അവൾ ഓൺലൈൻ പേയ്മെന്റിൽ പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ഓംഗിലയ്ക്ക് മനസ്സിലായി ആ ഹിന്ദുസ്ഥാനി പെണ്ണ് അവളെ പറ്റിച്ചതാണെന്ന്. ഓംഗില ആ പെണ്ണിനെ കുറിച്ച് റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകി. പക്ഷെ ആ പെണ്ണിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. മറുവശത്ത് വിഷ്ണു ഓംഗിലയുടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു. അതിലാണ് ഓംഗില എല്ലാ സാധനങ്ങളും വെച്ചിരുന്നത്. ഇപ്പോൾ ഓംഗിലയുടെ കൈവശം ഇൻവെസ്റ്റ്മെന്റിന് കാശുമില്ല, പിന്നെ സാധനങ്ങളുമില്ല. അവൾ കരഞ്ഞുകൊണ്ട് നാരിയനെ കാണാൻ ചെന്നു. ഞാൻ പറ്റിക്കപ്പെട്ടു നാരിയൻ. എന്തു പറ്റി ഓംകില? നീ എന്തിനാ കരയുന്നത്? ഓംകില നാരിയനോട് നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. എനിക്ക് നിന്നെ കൊണ്ട് 10,000 സഹായിക്കാനാവുമോ? നാരിയൻ 2 ദിവസം മുൻപെയാണ് ഗ്രാമത്തിൽ നിന്നും വന്നത്. എന്നോട് ക്ഷമിക്കണം ഓംകില. ഞാൻ മെഞ്ഞാന്നാണ് എന്റെ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയത്. എന്റെ എല്ലാ പണവും ഞാൻ കല്യാണത്തിൽ ചെലവ് ചെയ്തല്ലോ. ഓംകില ബീച്ചിലിരുന്ന് കരയുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അതേ പട്ടി മോത്തി വന്നത്. അതിനാണ് ഓംകില മോമോസ് നൽകിയിരുന്നത്. ഇന്ന് നിനക്ക് നൽകാൻ എന്റെ കൈവശം ഒന്നും തന്നെ ഇല്ല. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു. മോത്തി ഉടനെ ഒരു ദൈവമായി രൂപം കൊണ്ടു. ഞാൻ സമുദ്രത്തിന്റെ ദേവൻ വരുണൻ. ഞാൻ ഈ നായുടെ രൂപത്തിൽ കടലിന്റെ തീരയിൽ ഞാൻ ചുറ്റിക്കൊണ്ടിരുന്നു. ജനങ്ങൾക്ക് പരീക്ഷയൊക്കെയായിരുന്നു. നിങ്ങൾ എന്തിനാ എനിക്ക് ദർശനം നൽകിയത്? ഞാൻ ഒരിക്കലും പൂജ പോലും ചെയ്യാറില്ല. ദൈവം എപ്പോഴും ഒരു പ്രാണിയുടെ രൂപത്തിലാണ് പരീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണദേവൻ ഓംകിലയ്ക്ക് കുറച്ച് വിത്തുകൾ നൽകി. ഈ വിതകളൊക്കെ കടൽ തീരത്തിൽ കുഴിച്ചു വെച്ചേക്ക്. അതിൽ വരുന്ന ചെടിയിൽ നിന്ന് നിനക്ക് മോമോസ് കിട്ടും. നിന്നെ കൊണ്ട് മാത്രമാണ് ആ ചെടിയിൽ നിന്ന് മോമോസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് വർണ്ണദേവൻ മാഞ്ഞുപോയി. ഓംകില ആ വിത്തുകൾ മണ്ണിൽ പുതച്ചിട്ടു. അടുത്ത ദിവസം തന്നെ ചെടികൾ വളർന്നു വന്നു. ആ ചെടി നിറയെ മോമോസ് വിളഞ്ഞിരുന്നു. ഓംകില ആ മോമോസ് പറിച്ച് ഒരു കുട്ടയ്ക്കകത്ത് വെച്ചു. എന്നിട്ട് മോമോസ് വിൽക്കാൻ തുടങ്ങി. ആ മോമോസിൽ അതേ രുചി ഉണ്ടായിരുന്നു. അതിൽ ഓംകില തന്റെ കൈകൊണ്ട് ചെയ്ത അതേ രുചി. വിഷ്ണുവിന് ഈ കാര്യം അറിഞ്ഞതും, അതായത് ഓംകില മണ്ണിൽ മോമോസ് ചെടി വളർത്തുന്നുവെന്ന്, അദ്ദേഹം രാത്രിയിൽ മോമോസ് പറിക്കാനായി ചെന്നു. വിഷ്ണു ഒരുപാട് സമയം ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു മോമോസ് പോലും പറിക്കാനായില്ല. പിന്നെ ആ ചെടിയും പിഴുതെടുക്കാനായില്ല. വിഷ്ണു മാർക്കറ്റിലേക്ക് ചെന്ന് കീടനാശിനി വാങ്ങിക്കൊണ്ടുവന്നു. അത് ചെടികളെ നശിപ്പിക്കാനുള്ളതാണ്. അദ്ദേഹം ആ മോമോസ് ചെടിയിൽ ആ മരുന്ന് മൊത്തം തെളിച്ചു. ഇപ്പോഴാണ് കളി തുടങ്ങിയത്. അപ്പോഴാണ് വേഗത്തിൽ ഒരു തിരമാല വന്നത്. അത് ചെടിയിലുണ്ടായിരുന്ന എല്ലാ മരുന്നും കഴുകി വൃത്തിയാക്കി. വിഷ്ണു ഒരു വണ്ടിയിൽ ഒരുപാട് മരക്കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുവന്നു. അദ്ദേഹം ആ മരക്കഷ്ണങ്ങൾ മോമോസ് ചെടിയുടെ പുറത്ത് ഇട്ടു. എന്നിട്ട് അദ്ദേഹം ആ മരത്തിൽ പെട്രോൾ ഒഴിച്ച് അതിനെ കത്തിച്ചു. വിഷ്ണു ഇപ്പോൾ കാര്യങ്ങളൊക്കെ സക്സസ് ആയെന്ന് കരുതി. പക്ഷെ അപ്പോഴാണ് ബീച്ചിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ തീ അണഞ്ഞുപോയി. ഈ മഴ ഈ നേരത്തിലാണ് വരേണ്ടത്. അപ്പോഴാണ് ലാരിയൻ അവിടേക്ക് വന്നത്. നിങ്ങൾ എന്തിനാ സാർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? ഓംകില എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ മോമോസ് ഒക്കെ ഒരു ദേവന്റെ വരമാണെന്ന്. ആർക്കും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാനൊരു നാത്തികനാണ്. എനിക്ക് ഈ ദൈവത്തിനെ പറ്റിയോ ഇല്ല വരത്തിനെ പറ്റിയോ ഒരു വിശ്വാസവും ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പിന്നെ ഈ ഓംകിലയുടെ ഫ്രീ മോമോസ് നശിപ്പിച്ചേ പറ്റുള്ളൂ. നീയും ഇത് നോക്കിക്കൊണ്ടിരുന്നോ? അപ്പോഴാണ് ഓംകില അവിടേക്ക് വന്നത്. വിഷ്ണു അങ്കിൾ, ആവശ്യമില്ലാതെ എന്റെ മോമോസ് ചെടിയോടൊപ്പം നിങ്ങൾ കളിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പോലീസിനെ ചെന്ന് കണ്ട് നിങ്ങളുടെ മേലിൽ കംപ്ലൈന്റ് ചെയ്യും. ഒരു പക്ഷേ ഇവളെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷൻ പോയാൽ എന്റെ ഇമേജ് ഒക്കെ നാശമായി പോവല്ലോ.
ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ് വളരെ നല്ലത്. നീ തെറ്റിദ്ധരിക്കുകയാണ് ഓങ്കില. ഞാൻ വെറുതെ ഈ മോമോസ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം. നോറിൻ, നീ എന്റെ വീട്ടിലേക്ക് വാ. വിഷ്ണു നാരിയനെ വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. നോറിൻ, നീ എനിക്ക് വേണ്ടി ഒരു പണി ചെയ്തേ പറ്റൂ. എന്ത് ജോലിയാണ് സർ? നീ വേഗം തന്നെ ഗ്രാമത്തിലേക്ക് പോയിട്ട് ഓങ്കിലയുടെ അമ്മയ്ക്കും പിന്നെ അവന്റെ അനിയന്മാർക്കൊക്കെ സൂക്കേട് വർദ്ധിപ്പിക്ക്. ഒരു പക്ഷേ അവർക്ക് സുഖമില്ലാണ്ട് ഇരുന്നാൽ ഓങ്കില തീർച്ചയായിട്ടും അവരെ നോക്കാൻ വേണ്ടി അവൾ ഗ്രാമത്തിലേക്ക് പോകും. ഇങ്ങനെ ചെയ്താലേ ഓങ്കില നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ. നീ പണി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 15,000 രൂപ തരാം. ഇതിൽ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ജോലിയും ഇവിടെ ഉണ്ടാവില്ല. നാരിയന് ആകെ വിഷമമായി. അന്ന് രാത്രി അവന് ഉറക്കം വന്നില്ല. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ജോലിയും വിടാൻ പറ്റില്ല. എന്റെ ഭാര്യയും കുട്ടികളും വിഷം കൊണ്ട് മരിച്ചു പോവും. മുതലാളി പറഞ്ഞ ജോലി ചെയ്യാതെ എനിക്ക് വേറെ ഒരു വഴിയില്ലെന്നാ തോന്നുന്നത്. എന്ത് സംഭവിക്കുന്നു അത് നമുക്ക് വന്നു നോക്കാം. പക്ഷെ ഈ പാവമൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. ഞാനതിൽ പെട്ടുപോയിട്ടാണ് ചെയ്യുന്നത്. ദൈവമേ, എന്നോട് ക്ഷമിക്കൂ. അവൻ ഗ്രാമത്തിലേക്ക് പോയി. എന്നിട്ട് ഓംകിലയുടെ വീട്ടിലേക്ക് സ്വീറ്റ് കൊണ്ടുപോയി. ഓംകിലയുടെ അമ്മ നാരിയന്റെ കുഞ്ഞമ്മയാണ്. ചേച്ചി, ഞാൻ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓംകിലയുടെ അമ്മയ്ക്ക് നാരിയനെ ഒരുപാട് വിശ്വാസമാണ്. വളരെ നല്ല കാര്യം മോനെ. അത് ശരി, വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മോനെ? ഓംകില എങ്ങനെയാ? വീട്ടിലെല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഓംകിലന്റെ വ്യാപാരം നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ മകൾ വളരെ അധ്വാനശാലിയാണ്. ഇതുപോലുള്ള പെണ്ണ് വളരെ നല്ലവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കുറച്ചു സമയം സംസാരിച്ചിട്ട് നാരിയൻ അവിടെ നിന്നും പോയി. ഓംകിലയുടെ അമ്മ പിന്നെ അവളുടെ സഹോദരങ്ങൾ എല്ലാവരും സ്വീറ്റ് കഴിച്ചു. അവർ 4 പേർക്കും അസുഖം പിടിച്ചു. അവരെല്ലാവരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായി. ഓംകില തന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി തിരിച്ചു വീട്ടിലേക്ക് വരേണ്ടി വന്നു. ഇപ്പൊ എനിക്ക് ഒരു പേടിയും ഇല്ല. ഈ ചെടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ വ്യാപാരത്തിൽ നഷ്ടം ചെയ്യിപ്പിച്ചല്ലോ. വിഷ്ണു ഒരു റോളർ എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹം ആ ചെടിയുടെ പുറത്ത് റോളർ കയറ്റി. പക്ഷെ എന്നാലും ആ ചെടികൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. റോളർ കയറി ഇറങ്ങിയതും തന്നെ ചെടികൾ വീണ്ടും പഴയതുപോലെ നിന്നു. ഇതൊക്കെ കണ്ട് വിഷ്ണുവിന് ഒരുപാട് ദേഷ്യം വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ മുൻപിൽ മോത്തി പട്ടി നിൽക്കുന്നു. വിഷ്ണു തന്റെ ദേഷ്യം പട്ടിയോട് കാണിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഈ നായിനെ വെറുതെ വിടാൻ പോകുന്നില്ല. വിഷ്ണു റോളർ പട്ടിയുടെ പുറത്ത് കയറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് പട്ടി ദൈവമായി മാറിയത്. പിന്നെ ദൈവം തന്റെ ശക്തി കൊണ്ട് വിഷ്ണുവിനെ റോളറോടെ തൂക്കി സമുദ്രത്തിലേക്ക് എറിഞ്ഞു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ, എനിക്ക് നീച്ചലറിയില്ല. വർണ്ണദേവൻ അദ്ദേഹത്തിന് അടുത്തു ചെന്നു പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. ഓങ്കിലയുടെ ജോലിയിൽ നീ ഇനി ശല്യം ചെയ്യാൻ പാടില്ല. ഞാൻ വാക്ക് തരാം. ഓങ്കിലയുടെ വ്യാപാരത്തിൽ ഇനി ഞാൻ ഒരു ശല്യം ചെയ്യില്ല. അവളുടെ പണവും ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. അവളുടെ കൗണ്ടറും ഞാൻ കൊടുത്തേക്കാം. അപ്പോഴാണ് ദൈവം വിഷ്ണുവിനെ പൊക്കിയെടുത്ത് കരയിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മാഞ്ഞുപോയി. അദ്ദേഹം ഓംകിലയുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഓംകിലയുടെ കുടുംബത്തെ സംരക്ഷിച്ചു. ഓംകില നഗരത്തിലേക്ക് തിരിച്ചു വന്നു. തന്റെ വ്യാപാരം പഴയതുപോലെ അവൾ നടത്തി. ബീക്കുവിന്റെ കുടുംബം ചെറിയ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യ മധുവും പിന്നെ മകൾ മീരയും ഉണ്ട്. ദിവസം തോറും നിങ്ങളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടേ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ചാറ്റ് വ്യാപാരം കളഞ്ഞിട്ട് വേറെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? കുറഞ്ഞത് നമുക്ക് നന്നായിട്ട് ആഹാരമെങ്കിലും കഴിക്കാം. നിനക്ക് തന്നെ അറിയാലോ, ഞാൻ ഈ ചാറ്റ് കട കുറെ കാലങ്ങളായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ ആ കട മര്യാദയ്ക്ക് പോകുന്നില്ലത് കൊണ്ട് എനിക്ക് ആ കട മൂടി വെക്കാൻ പറ്റില്ല. ഇനി കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാവുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കസ്റ്റമേഴ്സും വന്ന് തീർച്ചയായിട്ടും എന്റെ ചാറ്റ് ഐറ്റം കഴിക്കുന്ന വിശ്വാസമുണ്ട്. എപ്പോഴാണോ നിങ്ങളുടെ കടയുടെ അടുത്തായിട്ട് രമണി ചാറ്റ് കട ഓപ്പൺ ചെയ്തോ അന്നു മുതൽ എല്ലാരും അവിടെ ചെന്ന് ചാറ്റ് കഴിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കുറെ സാധനങ്ങൾ വെച്ചിട്ട് നല്ല രുചിയുള്ള ചാറ്റ് ഐറ്റംസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യൂ, പക്ഷെ വീട്ടിലേക്ക് കാശ് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ മീരയും കൂട്ടിക്കൊണ്ട് എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകും. എന്നെ കൊണ്ട് ഇങ്ങനെ വിശന്ന് ചാകാൻ പറ്റില്ല. നീ ഇങ്ങനെ പറയല്ലേ. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും പൈസ കൊണ്ടുവരാം. ബീക്കു അവന്റെ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് അവന്റെ കടയുടെ അരികിലേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ അവൻ പച്ചക്കറി കടയുടെ അടുത്തായി നിന്നു. ചേട്ടാ, എനിക്ക് 2 കിലോ ഉരുളക്കിഴങ്ങും പിന്നെ 2 കിലോ ഉള്ളിയും വേണം. എല്ലാം ഫ്രഷ് അല്ലേ? എന്റെ ചേട്ടാ, നിങ്ങള് ചാറ്റ് കടയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ഫ്രഷ് ആയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും വേണം ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആ പഴയ ഉരുളക്കിഴങ്ങും ഉള്ളി വാങ്ങിച്ചൂടെ? അത് ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ തന്നേക്കില്ലേ? ആലോചിച്ച് നോക്ക്. ഇല്ലില്ല,
ഈ ചാറ്റ് കട ഞാൻ ദിവസം ഇടുകയാണ്. എനിക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ നല്ല ഫ്രഷായുള്ള ഉരുളക്കിഴങ്ങ് ഉള്ളിയും തരൂ. ശരി. അപ്പോഴാണ് അവിടേക്ക് രമണിക് വന്നത്. എനിക്ക് 3 കിലോ ഉരുളക്കിഴങ്ങ് 3 കിലോ ഉള്ളി തരൂ. ഫ്രഷ് ആയതാണോ? ഇല്ലല്ലല്ല, പഴയതനതാ. ഞാൻ കഴിക്കാൻ പോവുകയാണോ? അയ്യോ ചേട്ടാ, നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ ഇതല്ലേ കൊടുക്കാൻ പോകുന്നത്? ഇത് നല്ല കാര്യമില്ല ചേട്ടാ. എടോ, ഏത് നല്ലത് ഏത് കെട്ടതെന്ന് നീ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. ഞാൻ എങ്ങനെ വേണമെങ്കിലും ഇട്ടോളൂ. നീ നിന്റെ ചാറ്റ് ഐറ്റത്തിന് ഫ്രഷുള്ള ഐറ്റം തന്നെ ഇട്ടോളൂ. എന്നിട്ട് നീ തന്നെ കഴിച്ചോ. അത് മാത്രല്ലാതെ നിന്റെ കടയിൽ ആരും വരുന്നില്ലല്ലോ കഴിക്കാൻ. ബീക്കു ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോയി. ബീക്കുവിന് മുൻപ് തന്നെ രമൺ അവന്റെ ചാറ്റ് കട ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. രമണിക് തന്റെ കട തുറന്നതും തന്നെ കസ്റ്റമേഴ്സിന്റെ കൂട്ടം അവിടേക്ക് വരാൻ തുടങ്ങി. പിന്നെ ബീക്കുവിന്റെ കടയിലേക്ക് ആരും തന്നെ വന്നില്ല. വരൂ വരൂ, കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാട്ട്, സമോസ ചാട്ട്, ദാഹി ചാട്ട്, വരൂ വരൂ. ബീക്കു ശബ്ദമിട്ട് തന്റെ വ്യാപാരം ചെയ്തു. എങ്കിലും ആരും തന്നെ ആ കടയിലേക്ക് വന്നില്ല. പക്ഷേ രമണിക്കിന്റെ കടയിൽ ഒരുപാട് ആൾക്കാർ തിങ്ങി നെരുങ്ങി. ആദ്യം എനിക്ക് തരൂ. പറ്റില്ല, ആദ്യം ഞാനാ വന്ന, എനിക്ക് തരൂ. എല്ലാവർക്കും തരാം, ആര് ബഹളം വെക്കല്ലേ. തന്റെ കടയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ബീക്കുവിന് വിഷമം തോന്നി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും ആരും കഴിക്കാൻ വരുന്നില്ലല്ലോ. ദൈവമേ, നിങ്ങളാണ് എനിക്കൊരു വഴി കാണിക്കേണ്ടത്. ബീക്കു രാത്രി വരെ തന്റെ കട തുറന്നു വെച്ചിരുന്നു. പക്ഷെ അവൻ അന്ന് ഒരു വരുമാനവും കിട്ടിയില്ല. അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. ഇന്നും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇന്നും എല്ലാ കസ്റ്റമേഴ്സും രമണീന്റെ അടുത്താണ് പോയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് കട തീർച്ചയായും മൂടിയേ പറ്റൂ. വീട്ടിൽ ആഹാരം ചെയ്യാൻ പോലും ഒന്നുമില്ല. ഈ അവസ്ഥ തുടർന്നാൽ പിന്നെ നമ്മൾ പട്ടിണി കൊണ്ട് ചത്തുപോകും. നീ മിണ്ടാതിരിക്കി, എല്ലാ കാര്യങ്ങളും ശരിയാവും. ഇത് തന്നെയാണ് നിങ്ങൾ 6 മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും മാറിയില്ല. നിങ്ങൾ മര്യാദയ്ക്ക് കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, മീരയും വിളിച്ചുകൊണ്ട്. പക്ഷെ എനിക്ക് കുറച്ചു ദിവസം കൂടി സമയം താ. വീട്ടിൽ ഇന്ന് മാത്രമേ ആഹാരമുള്ളൂ. നാളെ നിങ്ങൾ കാശുമായി വന്നാ നല്ലത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾ തനിച്ച് ജീവിച്ചോളൂ. എന്റെ മോള് വിശന്നിരിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. എന്തായാലും എന്റെ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് നോക്കും. ശരി. ഒരു വശത്ത് ബീക്കു ചാറ്റ് വിൽക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തിലായിരുന്നു. മറ്റൊരു വശത്ത് അവന്റെ ഭാര്യ അവളുടെ ദേഷ്യം അധികരിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ബീക്കു ദിവസവും പോലെ ചാറ്റ് റെഡി ചെയ്തു. എന്നിട്ട് അവൻ കടയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ അവനെ പച്ചക്കറി കടക്കാരൻ വിളിച്ചു. എന്താ ചേട്ടാ, ഇന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും നിങ്ങൾക്ക് വേണ്ടേ? ഇല്ല ഏട്ടാ, ഇന്നലെ വാങ്ങിയത് തന്നെ എന്റെ അടുത്തുണ്ട്. ശരി. ബീക്കു അവന്റെ കടയിനരികിലേക്ക് ചെന്നു. എന്നിട്ട് എന്നത്തെയും പോലെ കട തുറന്നു. അടുത്തു തന്നെ രമണും അവന്റെ കട തുറന്നു. രമന്റെ കടയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. വരൂ വരൂ, കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാട്ട്, സമോസ ചാട്ട്, ദാഹി ചാട്ട്, വരൂ വരൂ. അവൻ വിളിച്ചു വിളിച്ചു പറഞ്ഞിട്ടും ആരും തന്നെ വന്നില്ല. ആരും തന്നെ അവന്റെ കടയിലേക്ക് വന്നില്ല. അവന് വളരെ വിഷമമായി. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് മാത്രം ഞാൻ കാശ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഉണ്ടാവില്ലല്ലോ. പിന്നെയും മധു എന്നെ വിട്ടിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുമല്ലോ. എനിക്കൊന്നും അറിയുന്നില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോഴാണ് ബീക്കുവിന്റെ കടയിലേക്ക് ഒരു വയസ്സായ അമ്മ വന്നത്. എന്തു പറ്റി മോനെ, നീ എന്തിനാ കരയുന്നത്? എന്നോട് എന്തു പറയാനാ അമ്മേ, എന്റെ വിധി തന്നെ അതുപോലെയുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്താലും ഒന്നും ശരിയായിട്ട് പോകുന്നില്ല അമ്മേ. ഞാൻ ശുദ്ധമായ സാധനങ്ങൾ കൊണ്ടാണ് ചാറ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാരും രമണി കടയിലേക്കാണ് പോകുന്നത്. എന്റെ കുടുംബത്തിലുള്ളവർ എല്ലാരും ഭക്ഷണം പട്ടിണി ദാരിദ്ര്യം കൊണ്ടിരിക്കണം അമ്മേ. നീ വിഷമിക്കേണ്ട മോനെ. ഇത് മാന്ത്രിക മസാലയാണ്. ഇത് നിന്റെ ചാറ്റിൽ നീ ചേർത്താൽ പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടേക്ക് വരും. പിന്നെ നിന്റെ എല്ലാ കഷ്ടവും ശരിയാകും മോനെ. വിഷമിക്കേണ്ട മോനെ. ബീക്കു ആ മസാല അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതും തന്നെ ആ അമ്മ അവിടെ നിന്നും മാഞ്ഞു പോയി. ഇവരെവിടെ പോയി? അമ്മേ, അമ്മേ. ബീക്കു ആ അമ്മയെ എല്ലാ സ്ഥലത്തും തേടി നോക്കി. പക്ഷെ അവരെ എവിടെയും കണ്ടില്ല. ഈ അമ്മ ആരാണ്? അവരെവിടെയാണ് പോയത്?
അപ്പോൾ ഈ മസാല ശരിക്കും മായ മസാലയാണോ? ബീക്കു ആ മസാല ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് മസാല തന്റെ ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്തു. അവൻ അങ്ങനെ ചെയ്തത് തന്നെ എല്ലാ കസ്റ്റമേഴ്സും അവന്റെ കടയിലേക്ക് വന്നു. എനിക്കൊരു ചാറ്റ് തരൂ. എനിക്കൊരു ആലു ചാട്ട്. എനിക്ക് എരിവുള്ള പപ്പടി ചാട്ട്. ഇപ്പൊ തന്നെ എടുത്തു തരാം. ബീക്കു എല്ലാവർക്കും ചാറ്റ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് ഒക്കെ അത് ഇൻട്രസ്റ്റോടെ കഴിച്ചു. ഒരു കസ്റ്റമർ പോയതും തന്നെ അടുത്ത കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. ആദ്യമായിട്ടാണ് ബീക്കു ഇത്രയും കാശ് കാണുന്നത്. കുറച്ചു സമയത്തിനകം തന്നെ അവരുടെ ചാറ്റ്സ് ഒക്കെ കാലിയായി. ഇപ്പോൾ രമണിക്കിന്റെ കടയിൽ ആരും തന്നെ ഇല്ല. രമണി ദേഷ്യത്തോടെ ബിക്കുവിനെ നോക്കിക്കൊണ്ടിരുന്നു. ബീക്കു തന്റെ കട മൂടിയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ഇതാ എന്റെ മക്കളെ, ഇത് തള്ള കാശ്. ഇത്രയും നിറയെ കാശോ? ഇതാ മോളെ നിനക്കുള്ള ചോക്ലേറ്റ്. അമ്മ ഇവിടെ നോക്കൂ, അച്ഛൻ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. നല്ല അച്ഛൻ. ഇത്രയും കാശ് എവിടെ നിന്നാ കിട്ടിയത്? നമ്മുടെ കടയിലുണ്ടാക്കിയ കാശാണ്. ബീക്കു മധുവിനോട് ആ മാന്ത്രിക മസാലയെ കുറിച്ച് പറഞ്ഞു. വാവ്, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. എടി, ഇതിനു ശേഷം നമുക്ക് നല്ല കാലം പഴിച്ചു. ഇതിനു ശേഷം ഞാൻ വെറും കൈകൊണ്ട് വരാൻ പോകുന്നില്ല. ഒരു പക്ഷേ ആ മാന്ത്രിക മസാല കാലിയായി പോയാൽ? അതിന് എന്റെ അടുത്തൊരു വഴിയുണ്ട്. ബീക്കു ഒരു ചാക്ക് മസാല കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ആ മാന്ത്രിക മസാല ആ ചാക്കിലേക്ക് ഇട്ടു. അപ്പോൾ മുഴുവൻ മസാലയും മാന്ത്രികയുള്ളതായി. ദൈവമേ, ഇപ്പൊ ഈ മൊത്തം മസാലയും മാജിക് മസാലയാണ്. ഇതേപോലെ എപ്പോഴും നമുക്ക് മായ മസാല കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ദിവസവും ഇത്രയും കാശ് നമുക്ക് കിട്ടുമോ? അടുത്ത ദിവസം മുതൽ ബീക്കു വളരെ സന്തോഷത്തോടെ തന്റെ കട തുറന്നു. എന്തുകൊണ്ടെന്നാൽ കട തുറന്ന ഉടൻ തന്നെ അവന്റെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരും. ബീക്കു വളരെ സന്തോഷവാനായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രമണിക്ക് അവന്റെ കട മൂടി. ഇപ്പോൾ ആ ഏരിയയിൽ ബിക്കുവിന്റെ കട മാത്രമേ ഉള്ളൂ. എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ആ മാന്ത്രിക ചാറ്റ് മസാല കാരണമാണ് നടന്നത്.